ഹൈദരാബാദിൽ നിന്ന് മെഡലുകളുമായി മടങ്ങിയെത്തിയ കേരളത്തിന്റെ കൗമാര പ്രതിഭകൾക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം. സൈബർ സെക്യൂരിറ്റി, വെബ് ടെക്നോളജി തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ മികവ് തെളിയിച്ച 55-അംഗ സംഘമാണ് അഭിമാനകരമായ നേട്ടവുമായി തിരിച്ചെത്തിയത്. നൈപുണ്യ വികസന മിഷന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ മെഡൽ ജേതാക്കളെ സ്വീകരിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ നൈപുണ്യ മത്സരത്തിൽ 29 ഇനങ്ങളിലായി മാറ്റുരച്ച 55-അംഗ കേരള സംഘം സ്വർണവും വെള്ളിയും വെങ്കലവും ഉൾപ്പെടെ നിരവധി മെഡലുകൾ നേടിയാണ് തിരിച്ചെത്തിയത്. സൈബർ സെക്യൂരിറ്റിയിൽ RS ഹരിശങ്കർ, അർജുൻ എന്നിവരും, ഫോറസ്ട്രിയിൽ SK ഹരിനന്ദയും, വെബ് ടെക്നോളജീസിൽ അവനീത് ഹരീഷും സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കി. ജോയിനറിയിൽ R സിദ്ധാർത്ഥ്, വെബ് ടെക്നോളജീസിൽ MP ജിഷിത് എന്നിവർ വെള്ളി മെഡലുകളും, ജ്വല്ലറി വിഭാഗത്തിൽ ഫാത്തിമ സജ വെങ്കല മെഡലും കരസ്ഥമാക്കി. ഇതിനു പുറമെ ഇലക്ട്രോണിക്സ്, ഗ്രാഫിക് ഡിസൈൻ, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ കേരള താരങ്ങൾ മെഡലിയൻ ഓഫ് എക്സലൻസിനും അർഹരായിട്ടുണ്ട്. സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ, വ്യാവസായിക പരിശീലന വകുപ്പ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, സമഗ്ര ശിക്ഷ കേരളം, എറണാകുളം ജില്ലാ നൈപുണ്യ വികസന സമിതി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിജയികളെ നേരിട്ടെത്തി സ്വീകരിച്ചു. നമുക്ക് മത്സരത്തിൽ 7 മെഡലുകൾ ലഭ്യമായിട്ടുണ്ട്. 3 ഗോൾഡ്, 2 സിൽവർ, 1 ബ്രോൺസ്. 7ഓളം പേർക്ക് നമുക്ക് മെഡാലിയൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ വർഷത്തെ ഇന്ത്യ സ്കിൽ സൗത്ത് സോൺ മത്സരത്തിൽ നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിച്ച കേരള ടീമിന് എല്ലാവിധ ആശംസകളും. 13 വ്യത്യസ്ത മേഖലകളിലായി മികവ് തെളിയിച്ച 15ഓളം വിദ്യാർത്ഥികളാണ് മെഡലുകളുമായി മടങ്ങിയെത്തിയത്. ഞങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് പ്രാക്ടീസ് സെഷനിൽ കിട്ടിയുള്ളൂ. പക്ഷേ ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും സമ്മാനം വാങ്ങിച്ച് ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്ന ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സായ എല്ലാ സാറുമാർക്കും ടീച്ചേഴ്സിനും, പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.